നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ലയ പറഞ്ഞ കാര്യം കേട്ട് മനസ്സിനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. കാരണം ലയക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്ന്, ഒരു കുഞ്ഞില്ലാതെ അവൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന്. മോളെ നീ എന്ത് വർത്താനായി പറയണേന്ന് ചോദിക്കും. അതെ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്കിനി ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞിനെ കിട്ടിയേ മതിയാവുള്ളൂ എന്നും പറഞ്ഞ് ലയ അങ്ങോട്ട് കയറി പോവാണ്. ആ സമയം മനസ്സിന് മാധവന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എടാ നീ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവള് പറയണേ. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. അവളുടെ മനസ്സിനെ നീ വേണം മാറ്റിയെടുക്കാനെന്ന് പറയണം. എല്ലാത്തിനും കാരണം ആ ഇഷിത ഒറ്റ എഴുത്തി കാരണം ഈ പ്രശ്നങ്ങളുണ്ടായത്. അവളുടെ കുഞ്ഞു മരിച്ചു പോകുന്ന കാരണം അവൾ ഒറ്റ എഴുത്തിയാ. ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ മനസ്സിന് പറയാണ്. പിന്നീട് മനസ്സിനെ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പം ആഷിതയുടെ അടുത്തിട്ട് മാധവ് പറഞ്ഞു, ഇതിന് മാത്രം എന്ത് തെറ്റാ ആഷിതേച്ചി ഞാൻ ചെയ്തേ? ഇഷിതയെ അന്ന് എൻ്റെ കൈ കിട്ടുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നു. ഇപ്പം കണ്ടില്ലേ എൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുക. ഇതിനി എവിടം വരെ എത്തും, എങ്ങനെ എത്തുമെന്നും എനിക്കറിയത്തില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആഷിത് പറഞ്ഞു, നീ ഇപ്പം തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ലേയനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവൾ പാവല്ലേ, ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവളുടെ മനസ്സെന്നറിയാം. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അവളെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു പോലെ അതിനു വേണ്ട ഇവിടെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിക്കണം. അല്ലെങ്കിൽ അവൾക്കാണെങ്കിൽ ഇപ്പം അവൾ മെൻ്റലി തന്നെ വീക്കാണ്. അവൾ എന്താ ചെയ്യുന്നത്, എന്താ പറയണമെന്ന് പോലും അറിയത്തില്ല. ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമം അവളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് പറയണം. ആഷിത് പറഞ്ഞു, എനിക്കും മനസ്സിലാവും അവളുടെ വിഷമം. പക്ഷേ എങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. സാരമില്ല, നമുക്ക് നോക്കാമെന്നൊക്കെ പറയണം. ആ സമയം വിനോദ് മഹേഷിൻ്റെ അരിയിലേക്ക് വരികയാണ്. മഹേഷിനെ കാണാനായിട്ട് വരികയാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇഷിതയെന്ന് കഥ തുറന്നു. ആഹാ വിനോദ് ബാ, എല്ലാവരും ഇവിടെ കാത്തിരിക്കുവാന്ന് പറയണം. അങ്ങനെ വിനോദ് കയറി വന്നു കഴിഞ്ഞപ്പം എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. സ്വപ്നവല്ലിയും രാമനാഥനും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നീട് വിനോദ് ചോദിച്ചു, അല്ല എന്തിനാ ഏട്ടനെ വിളിപ്പിച്ചതെന്ന് ചോദിക്കാം. മഹേഷ് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക, നിന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചാന്ന് പറയണം. കല്യാണക്കാര്യത്തെക്കുറിച്ചോ? സ്വപ്നവല്ലി പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ആകെപ്പാടെ മൊത്തത്തിലൊരു ക്ഷീണമായി പോയി. കല്യാണം എൻഗേജ്മെന്റ് വരെ കാര്യങ്ങളൊക്കെ എത്തിയതല്ലേ, ആ സമയത്തല്ലേ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ടായെന്ന് പറയാം. അത് കേട്ടപ്പോൾ മഞ്ജു പറഞ്ഞു, എല്ലാത്തിനും കാരണം ആരാന്നറിയാലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സുമിത്രയായിട്ടുള്ള വിവാഹം അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണമെന്ന് പറയണം. വിനോദ് പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, അപ്പൊ പുതിയ തീരുമാനമായിരിക്കും അല്ലേ? അതെ, പുതിയ തീരുമാനം തന്നെയാ. ആ സമയം രാമനാഥൻ പറഞ്ഞു, വിനോദേ നിന്റെ കല്യാണം ഇനിയും മുന്നോട്ട് നീട്ടി വയ്ക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കണമെന്ന് പറയണം. അത് കേട്ടപ്പോൾ മഞ്ജു പറഞ്ഞു, അത് ശരിയാ, കൈലാസേട്ടൻ ജാതകം നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനോദിന്റെ 6 മാസത്തിനുള്ളിൽ കല്യാണം നടക്കണമെന്ന്, അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാന്ന്. ജാതകോ? എൻ്റെ ജാതകോ? അതിന് എൻ്റെ ജാതകം ഇവിടെ കൈലാസേട്ടന് കിട്ടിയെന്ന് ചോദിക്കുക. അത് മഞ്ജുമ ഒന്ന് പതറി. ഈ സമയത്ത് വിനോദ് പറഞ്ഞു, കൈലാസേട്ടൻ്റെ ജാതകം നോട്ടം കാര്യങ്ങളൊക്കെ ഇപ്പം നാട്ടിൽ പാട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അധികം വൈകാതെ മിക്കവാറും അതെല്ലാവരും അറിയുമെന്ന് പറയണം. ഇത് കേട്ടോ മഞ്ജു പറഞ്ഞു, നിനക്ക് അസൂയാന്ന് പറയണം. അസൂയല്ല, ഏറ്റവും കൂടുതൽ കൈലാസേട്ടൻ ഇതിനകത്താണെന്നറിയോ PH നേടിയിരിക്കുന്നത്. സന്താനലബ്ധിക്കകത്ത മിക്കവാറും അധികം വൈകാതെ നാട്ടുകാരുടെ തല്ലു മേടിക്കുന്നു തോന്നുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ. ആ സമയം സ്വപ്നവല്ലിയോട് മഞ്ജു പറഞ്ഞു, കേട്ടില്ലേ അമ്മേ, ഇവൻ പറയുന്നത് കേട്ടില്ല എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിതയും മഹേഷും ഒക്കെ പരസ്പരം നോക്കി ചിരിക്കുകയാണ്. അവർക്കൊക്കെ കാര്യം മനസ്സിലായി. ആ സമയം മഹേഷ് പറഞ്ഞു, അതങ്ങനെയാണല്ലോ, എവിടെ പോയാലും അണ്ണാൻകുഞ്ഞും മരം കയറ്റം മറക്കില്ലല്ലോ എന്ന് പറഞ്ഞ കണക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന ആര് കണ്ടു? തല്ലും കൊണ്ട് ഓടി വരുമോ, അതിന് നാട്ടുകാരെ തല്ലിക്കൊല്ലുമോ എന്ന് കണ്ടറിയണമെന്ന് പറയാം. മഞ്ജുമ്മയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മഞ്ജു പറഞ്ഞു, എനിക്കറിയാം ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇവളെ ഇഷിതയാണ്. എൻ്റെ കൈലാസേനെ മോശക്കാരനാക്കാൻ നോക്കിയിട്ട് ആ സുമിത്രയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനല്ലേന്ന് ചോദിക്കും. വിനോദ് പറഞ്ഞു, എൻ്റെ മഞ്ജുമേച്ചി ഇനിയെങ്കിലും നിൽക്ക് നന്നാകാൻ മേലെ നിങ്ങൾ ഇത്ര അധപതിച്ച് പോയാലോ, ഒരു 5 പൈസയുടെ വിവരം ബോധം ഇല്ലാതെ നടക്കണേ എന്നൊക്കെ പറയണം. അവസാനം മഞ്ജുമ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്ത് സ്വപ്നവല്ലി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തൊക്കെയാണ് ശരി, സുമിത്ര ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ എനിക്ക് സമ്മതമല്ലെന്ന് പറയണം. അതിന് വെച്ച വെള്ളം അങ്ങോട്ട് ആരാണെങ്കിലും വാങ്ങി വെച്ചങ്ങാൻ പറയാം. അത് കേട്ടപ്പോൾ ഇഷിത് പറഞ്ഞു, സുമിത്രയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് എനിക്കൊരു തീരുമാനമില്ല. കാരണം ഒരിക്കലും അവളെ എല്ലാവരും തള്ളിക്കളഞ്ഞാണ്. ഇനിയിപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവളെന്നോട് ആ കാര്യം പറയുകയും ചെയ്തെന്ന് പറയാണ്. മഹേഷ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാണെന്ന് ചോദിക്കും. രാമനാഥൻ പറഞ്ഞു, അതേ മോളെ അങ്ങനെ നീ പറയരുത്. എങ്ങനെയും കല്യാണം നടക്കണം. വിനോദിന് അവൾ മാത്രമല്ല മതി എന്നല്ല പറഞ്ഞേ, അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് താനും. അല്ലെങ്കിൽ വിനോദിന് ഇനിയിപ്പം ഏത് കാലത്ത് ഏത് പെണ്ണ് കിട്ടാനായിട്ടാ? ഇതേ സ്വപ്നവല്ലി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സുമിത്രയെങ്കിൽ സുമിത്ര എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ നോക്കണം. നീ ഇതിനകത്ത് എതിർപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല, എതിർപ്പ് പറഞ്ഞുകൊണ്ടും കാര്യമില്ല. അവർ തമ്മിലുള്ള വിവാഹം ഉറപ്പായിട്ട് നടക്കുമെന്ന് പറയണം. അത് കേട്ടപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു, അതിലിപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇനിയിപ്പം ഞാൻ അവളുടെ കാല് പോയി പിടിക്കണമെന്ന് ചോദിക്കും. നീയല്ലേ പറഞ്ഞത് കാള പെറ്റെന്നോർത്ത് കയറെടുക്കാൻ ഉണ്ട കാര്യം ഉണ്ടായിരുന്ന സ്വപ്നവല്ലി എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഇഷിതയെ എല്ലാം കുറ്റപ്പെടുത്തി. എന്നിട്ട് ഇപ്പം എന്തായി? അതുപോലെ തന്നെ ഇതും
എത്രയും പെട്ടെന്ന് വിനോദിനെ സുത്രയുടെ കല്യാണം നടത്താൻ നോക്ക്. അവളുടെ കാല് പിടിച്ചിട്ട് പറഞ്ഞിട്ടാണല്ലോ ശരി. അതേ ഇനിയൊരു മാർഗമുള്ളൂ. അല്ലാതെ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതേ വിനോദ് ഇനിയിപ്പം കല്യാണം കഴിക്കാതെ ഇവിടെ നിന്ന് പോവുള്ളൂ. നിന്റെ ആഗ്രഹം അതാണോ എന്ന് ചോദിക്കണം. വിനോദ് പറഞ്ഞു, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഞാനങ്ങോട്ട് പോയേക്കും. എൻ്റെ സമയം വെറുതെ വേസ്റ്റാക്കി. വെറുതെ സമയമില്ല സമയത്ത് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി ഓരോ കാര്യങ്ങൾ. ആ സമയം സ്വപ്നവല്ലി പറഞ്ഞു, അല്ലട മോനെ, അത് പിന്നെ നിന്റെ കല്യാണക്കാരും ഞാനൊന്നും പറയണില്ല എന്ന് പറയണം. ഇഷിത പറഞ്ഞു, ആയിക്കോട്ടെ, കല്യാണക്കാരൻ തന്നെയാ. വേറെ ഒരു പെണ്ണ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആകാശമേന ഒരു കോളും കൂടെ വിളിക്കും. അതോടുകൂടി രണ്ടാമത്തെ കല്യാണി സ്വാഹ എന്ന് പറയണം. അത് കേട്ടപ്പം മഹേഷൊന്നും ഇഷിതയെ നോക്കുകയാണ്. ഈ സമയം ഇഷിത മഹേഷൻ നോക്കി പറഞ്ഞു, എന്നെ നോക്കുകയൊന്നും വേണ്ട, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞേ. അല്ല, ആദ്യം അങ്ങനെയൊക്കെ തന്നെയല്ലേ സംഭവിച്ചേ, അപ്പം ഇനിയും വരാൻ പോകുന്ന അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറയണം. പിന്നീട് വിനോദ് ഇത്തിരി കഴിയുമ്പോൾ യാത്ര പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് മഞ്ജിമയുടെ മനസ്സിലേക്ക് കൈലാസിനെ കുറിച്ചുള്ള ചിന്തകൾ വരുന്നു. ഇവരൊക്കെ പറയുന്ന പോലെ ആയിരിക്കും. തൻ്റെ കൈലാസേണ അങ്ങനെയൊന്നുമല്ല, അത്രക്കാനൊന്നും അല്ല, ഇതൊക്കെ വെറുതെ കള്ളത്തരം പറഞ്ഞു വിടുന്ന. തനിക്കും തൻ്റെ കൈലാസേണ ഒരു നല്ല ജീവിതം ഉണ്ടാകുന്നത് ഇവിടെയുള്ള ഇഷ്ടത്തിക്കും മറ്റു പലർക്കും ഇഷ്ടമില്ല, അതുകൊണ്ടാണെന്നൊക്കെ അവൾ ചിന്തിക്കുകയാണ്. ആ സമയം പ്രിയാമണി മാഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷ് പറഞ്ഞു, എന്നാലും ഇത്ര പെട്ടെന്ന് അനുഗ്രഹം ഇങ്ങോട്ട് തിരികെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിയാമണി പറഞ്ഞു, അവൾ പാവ, സുചിത്രനെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ അവൾ വീണ്ടും വന്നത്. സുചിത്രയുടെ വിനോദിനെ കല്യാണം നടത്തി കൊടുക്കണം അവളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ നല്ലവനായിരിക്കും. കാരണം നല്ലവനായിട്ട് ഒരാൾ വേണം അവൾക്ക് കിട്ടാനായിട്ട്. കാരണം അത്രയ്ക്ക് നല്ല സ്വഭാവമല്ലേ അവളുടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ വേറെ ഏത് പെൺകുട്ടികളാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് ചോദിക്കാം. മാഷ് പറഞ്ഞു, അത് ശരി തന്നെയാണ്, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സുചിത്രയുടെ മനസ്സിലാണെങ്കിലോ നല്ല വിഷമമായിരുന്നു. ആ സമയത്ത് സുചിത്രയെ ആശ്വസിപ്പിച്ച് ചേർത്ത് പിടിച്ച് അനുഗ്രഹിയല്ലെന്ന് ചോദിക്കണം. അത് ശരിയാ, അല്ലെങ്കിൽ എന്ത് ചെയ്തേനും സുചി ശരിക്കും തളർന്നു പോകാനും. നമ്മുടെ ആഗ്രഹമായിരുന്നു സുചിത്രയും വിനോദം തമ്മിലുള്ള കല്യാണം. പക്ഷെ അത് നടക്കില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടും അനുഗ്രഹിക്ക് വേണ്ടിയിട്ടാണെന്ന് ഓർത്ത് കഴിഞ്ഞപ്പം ഒരു ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് സന്തോഷമായി. അനുഗ്രഹ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തില്ലേ എന്നൊക്കെ ചോദിക്കണം. അവൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഒരു പ്രത്യേകതരം പെൺകുട്ടിയാണ് അവളെപ്പോലൊരു പെൺകുട്ടിയെ കിട്ടുന്ന പുരുഷന്മാർ ഭാഗ്യവന്മാരെന്നൊക്കെ പറയാണ് പുരുഷൻ. ഈ സമയത്ത് ഇഷിത അങ്ങോട്ട് കയറി വരുന്നത്. ഇഷിത വന്നിട്ട് ചെന്താ രണ്ടുപേരും കൂടെ. ആ സമയത്ത് പ്രിയാമനോട് ഞങ്ങൾ വെറുതെ സുചിത്രയെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞതേ അവിടെ കല്യാണക്കാരും ഒക്കെ സെറ്റാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ സുചിത്രയുടെയും വിനോദിൻ്റെ കല്യാണം നടത്തണമെന്ന് പറയണേ. അല്ല, അവരെന്ത് ചെയ്യുന്നു ചോദിക്കണം. അവർ രണ്ടുപേരും കൂടെ പുറത്ത് പോയേക്കുക. ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹം ഇവിടെ ഉള്ളത് ഇപ്പോൾ ഒരു ആശ്വാസം, അല്ലെങ്കിൽ സുചിത്രയ്ക്ക് നല്ല വിഷമമായി പോകാനെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അവർ രണ്ടുപേരും ഒന്നാവാനുള്ളത് അമ്മേ, അതുകൊണ്ട് അങ്ങനെ. അല്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പം ആ ബന്ധം മാറിപ്പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവുമായിരുന്നോ. ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹമല്ലേ ഇപ്പം മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയണം. ആ സമയത്ത് പ്രിയാമണി ഇഷിത ചോദിച്ചു, അല്ല അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലോ നിനക്കില്ലേ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ലോ. എനിക്ക് എന്ത് കുഴപ്പമാമേ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാനാണ് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാവരും ഇരുന്നേ. പിന്നെ ആകാശമേനാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ആ പ്രശ്നങ്ങളങ്ങ് സോൾവ് ആയെന്ന് പറയണേ. ഇനിയിപ്പോൾ സുജിയുടെയും വിനോദിനെ കല്യാണം, അതാണ് നമുക്ക് നല്ല രീതിയിൽ നടത്താനായിട്ടുള്ള എന്നൊക്കെ പറയണം. മഹേഷ് ഈ കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. മഹേഷിന് ആദ്യം എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറയണം. ആ സമയം ആകെപ്പാടെ ടെൻഷൻ അടിച്ച് മനസ്സിന് പോയിട്ട് ലേനെ ആശ്വസിപ്പിക്കണം. മോളെ പോട്ടെ, സാരമില്ല, നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കാം, വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കാം. ആ സമയം ലയ പറഞ്ഞു, ഏത് ഹോസ്പിറ്റലിൽ പോകാനായിട്ടാ? ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഇനി ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഞാൻ ഹോസ്പിറ്റലിലേക്കൊന്നും പോകുന്നില്ലെന്ന് പറയണം. മാധവ് പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും പറയരുത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി നോക്കാം ഇവിടുത്തെ, നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെങ്കിലോ. എവിടെ വകയുണ്ടെന്ന്? എന്താ മാധവിനെന്താ ഒട്ടും ബോധമൊന്നും ഇല്ലെന്ന് ചോദിക്കണം. അപ്പോഴേക്കും വേണം അങ്ങോട്ടേക്ക് മഹേശ്വർ വരുന്നേ. മഹേശ്വർ പറഞ്ഞു, അതെ പത്രത്തിനകത്തൊരു ഞാനൊരു പേജ് വായിച്ചെന്ന് പറയണേ. പത്രത്തിനകത്ത് എന്താ? ഒരു സിദ്ധനെക്കുറിച്ച്. സിദ്ധനെക്കുറിച്ചോ? അതെ, പത്രത്തിനകത്തൊക്കെ ഉണ്ടെന്ന് പറയണം. ഒരു നല്ലൊരു സിദ്ധനാണ്. പിന്നെ ഫോണിനകത്ത് ഞാൻ കണ്ടായിരുന്നു പറയണം. ഫോണിനകത്തോ? ഇപ്പം അയാളെക്കുറിച്ച് ഭയങ്കര മതിപ്പാണ് എല്ലാവർക്കും എന്ന് പറയണം. അയാൾ സന്താനലബ്ധിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ അയാളുടെ അടുത്ത് എന്നാൽ ചെല്ലുന്നവർക്കൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതേ ഫോണിനകത്ത് നോക്ക് എന്നൊക്കെ പറയണം. അത് മാധവ് നോക്കണം. എൻ്റെ ഏട്ടല്ലേ ഇതൊക്കെ വിശ്വസിക്കുള്ളൂ, എനിക്കിതിനകത്തൊന്നും വിശ്വാസമില്ലെന്ന് പറയണം. ഈ സമയത്ത് ആഷിത അവിടെ ഒന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആഷിത കേട്ട് ഈ പറയുന്നൊക്കെ ഏതോ ഒരു സിദ്ധനെക്കുറിച്ചൊക്കെ, ആരായിരിക്കും അത് എന്നൊക്കെ മനസ്സ് വിചാരിക്കുകയാണ്. ആ സമയം മനസ്സിന് പറഞ്ഞു, സിദ്ധനോ? അയാൾ ഇങ്ങോട്ട് കാണിക്കുക, അയാളുടെ ഫോട്ടോ കണ്ടാൽ എനിക്കറിയാം അയാൾ നല്ലവനാണോ ചീത്തവനാണോ എന്നൊക്കെ അറിയാമെന്ന് പറയണം. പിന്നീട് ഫോട്ടോ മേടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, നല്ല ഐശ്വര്യമുണ്ട്, നല്ല ഭംഗിയുണ്ട്, ഇയാളെ കണ്ടാൽ തന്നെ അറിയാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അയാളുടെ അടുത്തൊന്ന് പോകാമെന്ന് പറയണം. അത് കേട്ട് ഞാൻ മാധവ് പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് ഇമാതിരി ഊടായ്പ പരിപാടിയൊന്നും എനിക്കിഷ്ടമില്ലാത്ത, ഞാനങ്ങും പോകത്തില്ലെന്ന് പറയണം.
അപ്പോഴേക്കും ലയ പറഞ്ഞു, ആര് പറഞ്ഞു മാധവ് പോകത്തില്ലെന്ന്? ഞാൻ വരും അമ്മേ, എനിക്ക് വരണം. സിദ്ധനെങ്കിൽ സിദ്ധൻ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞുണ്ടായാൽ മതിയാവുള്ളൂ എന്ന് ലയ തർപ്പിച്ച് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് മറുപടി പറയണമെന്നറിയില്ലാതെ മാധവ് ഇരിക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.